ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ ഒരു സൂപ്പിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ MRA റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവർ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് സെർവ് ചെയ്തതാണ്. കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സെയിം ടൈം തന്നെ ഞാൻ ഒരു സൂപ്പ് കൂടി വാങ്ങിച്ചു കഴിച്ചു. പക്ഷേ എപ്പോഴും അങ്ങനെ കടയിൽ പോയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനത് വീട്ടിലുണ്ടാക്കി നോക്കി. അപ്പോൾ ഏകദേശം ഒരു 90% ശരിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഈ പാലക് മട്ടൺ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് മട്ടൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 150 ഗ്രാം മട്ടൻ്റെ എല്ല് ഭാഗം എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഷോൾഡർ ഭാഗത്തെ എല്ലാണ്. പിന്നെ 10 ചെറിയ ഉള്ളി ക്രഷ് ചെയ്തത്, ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ക്രഷ് ചെയ്തത്, ഒരു തണ്ട് വേപ്പില, 1/4 ടീസ്പൂൺ വീതം ചെറിയ ജീരകം, ഉലുവ, മഞ്ഞൾപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളെ വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളം. ഇത് ഞാനൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ. തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇപ്പോൾ ഈ നമ്മൾ ഒഴിച്ച വെള്ളം പകുതി വരെ വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ഈ സ്റ്റോക്കിലേക്ക് മട്ടൻ്റെ ആ ഒരു സത്ത് മൊത്തം ഇറങ്ങുള്ളൂ. മട്ടൻ വേവിക്കുന്ന സെയിം ടൈം തന്നെ ഞാൻ കുറച്ച് പാലക്കിൻ്റെ ഇല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ട് ഭാഗം ഞാൻ മുറിച്ച് കളഞ്ഞു, ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പാലക്ക് ഇട്ട് വയ്ക്കും. എന്നിട്ട് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ പാലക്കിൻ്റെ കളറ് മൊത്തം മാറിപ്പോവും. അപ്പോൾ നമ്മുടെ സൂപ്പ് വേറൊരു കളറായി പോവും. ആ ഗ്രീൻ കളർ കിട്ടില്ല. ഇതിനു വേണ്ടി നമ്മൾ കളറൊന്നും ചേർക്കുന്നില്ല, പാലക്കിൻ്റെ ആ ഒരു കളറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. എന്നിട്ടൊരു 3-4 മിനിറ്റ് ഇതിങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിൽ ഇടന്നിട്ട് ഇത് നന്നായിട്ട് വെന്തോളും. പക്ഷേ കളർ ഒട്ടും മാറിയില്ല. ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ ഐസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോരിയെടുക്കുന്ന പാലക്ക് നേരെ അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും ഈ ഒരു പച്ച കളറ് നഷ്ടപ്പെടില്ല, അതുപോലെ തന്നെ കിട്ടും. ഈ ഒരു കളറാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അതൊട്ടും മിസ്സാവരുത്. നേരെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് ഈ വെള്ളത്തിൽ കിടന്നാണ് തണുക്കുന്നത്. തണുത്തതിന് ശേഷമാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഇതിന്നൊരു ആവശ്യത്തിന് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഞാൻ പാലക് പനീർ ഒക്കെ ഉണ്ടാക്കാനാണ് ഇതുപോലെ ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കേടാവാതിരുന്നോളൂ. ഇനി ഈ സൂപ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരണം. ബട്ടർ മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട കൂടിപ്പോവും. അപ്പോൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അതൊരു ക്രീം രൂപത്തിൽ വരുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഇതിൽ ചേർത്ത മൈദപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മട്ടൻ സ്റ്റോക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 കപ്പാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കണം, കട്ടയൊന്നും കൂടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കട്ട പിടിച്ചു പോകും. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ട് പ്യൂരിയാക്കി വെച്ചിട്ടുള്ള പാലക്കിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അത് അരിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ചേർക്കാം, കാരണം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 3/4 കപ്പാണ് പാലക്കിൻ്റെ പ്യൂരി ചേർക്കുന്നത്. 1 കപ്പാണ് മട്ടൺ സൂപ്പ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരളവാണ്, അല്ലെങ്കിൽ 3 പേർക്ക് കഴിക്കാൻ പറ്റും. ആ ഒരളവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലക്കിൻ്റെ പ്യൂരിയും മട്ടൺ സ്റ്റോക്കും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് തിളക്കണം എന്നില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയാൽ മതി. കാരണം ഇത് രണ്ടും നമ്മൾ നേരത്തെ കുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു. കുക്കിംഗ് ക്രീം, ഫ്രഷ് ക്രീം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിന് തിളക്കണം എന്നില്ല, ഏകദേശം ഒരു മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതിയാവും. ആ ഒരു ചൂടൊന്ന് കയറിയാൽ മതി. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കുന്നില്ല. കാരണം ഇതെല്ലാം ചേർത്തിട്ടാണ് മട്ടൻ്റെ സ്റ്റോക്ക് റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ആവശ്യാനുസരണം കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഉപ്പോ ഒക്കെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ പെപ്പർ പൗഡറും പിന്നെ നമ്മളിപ്പോൾ ചേർത്ത ഫ്രഷ് ക്രീമിൻ്റെ കുറച്ചും കൂടി ചേർത്തിട്ടാണ് ഞാനിത് ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ 1-2 പീസ് മട്ടൻ്റെ ആ എല്ല് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പ് എന്ന് പറഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് മേക്കേഴ്സോ അജിനോമോട്ടോയോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ സോസോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൂപ്പാണിത്. സൂപ്പ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും അതുപോലെ നോൺ വെജ് റെസിപ്പി ഇഷ്ടമുള്ളവർക്കും എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് അധികം ഒരു കോമൺ ആയിട്ടുള്ള സൂപ്പാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇതിലൊക്കെ നോക്കിയപ്പോൾ ഇതുവരെ വേറെ റെസിപ്പിയൊന്നും കണ്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് പരീക്ഷിച്ച് തുടങ്ങിയത്. 1-2 തവണ ചെയ്തപ്പോൾ ശരിയായി കിട്ടി. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ്സ് വഴി അറിയിക്കാൻ വേണം. അപ്പോൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.